നമസ്കാരം. കോവിഡ്-19 ഭീതി വിതച്ച ഈ വർത്തമാനകാല സാഹചര്യത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ച വസൂരി എത്രമാത്രം ഭീകരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഉപേക്ഷിച്ച വസൂരി രോഗികളെ പരിചരിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പ്രവർത്തിച്ച കുറെ ആളുകൾ അന്നും ഉണ്ടായിരുന്നു. കേരളത്തിന്റെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ ഇടങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീമതി ആര്യ പള്ളവും അവരുടെ ഭർത്താവ് ശ്രീ പള്ളവും അക്കാലത്ത് ഏകദേശം മുഴുവൻ സമയവും വസൂരി രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. അവരുടെ മകൾ മുരളി ടീച്ചർ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ പോരാട്ടപാതയിൽ ഇറങ്ങിയതാണ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ്, KGTA സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ സജീവമായ പൊതുജീവിതത്തിനുടമയായ മുരളി ടീച്ചറെ പരിചയപ്പെടുത്തുന്നു. നവോത്ഥാനം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നിർണയിച്ച ഒരു കാലഘട്ടമായിരുന്നു എന്ന തോന്നലിലേക്ക് നമ്മുടെ സമൂഹം ഇനിയും വളർന്നിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. പലപ്പോഴും കേട്ട കഥകൾക്കപ്പുറം അനുഭവിച്ച കഥകൾ, അത് വെറും കഥകളായി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങളുടെ തീക്ഷ്ണത ഉണ്ടാക്കാൻ, അതിലൂടെ ചരിത്രം സ്വന്തം ജീവിതമായിരുന്നു എന്ന് പഠിക്കാനും കഴിയും. പുതിയ തലമുറ പലപ്പോഴും ചരിത്രത്തിൻ്റെ പാഠങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ചരിത്രം അവരെ ബാധിക്കാത്ത വിധത്തിൽ മാറി നടക്കുന്നത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയുടെ മുമ്പിലേക്ക് ആ നവോത്ഥാനത്തെ സ്വന്തം ജീവിതമാക്കി മാറ്റിയ, ആ നവോത്ഥാനം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ആളുകളെ കണ്ടെത്തി അവർക്ക് കാണിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം നമ്മിലുണ്ടാവുന്നത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്ന ഒരു ദൗത്യമാണ് സഹജ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ മുന്നിലിരിക്കുന്നത് തൻ്റെ ജനനവും ജീവിതവും എല്ലാം നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയ മുരളി ടീച്ചറാണ്. മുരളി ടീച്ചറുടെ ആ തീക്ഷ്ണമായ അനുഭവങ്ങളിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനസമൂഹത്തെയും എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ടാണ് മുരളി ടീച്ചറിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പുസ്തകങ്ങളിലൂടെ വായിച്ച് ഒരുപാട് ആവേശം കൊണ്ടിട്ടുള്ളതാണ് ടീച്ചറെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു അഭിമുഖം ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിലുള്ളതാണ്. അഭിമുഖം എന്നതിനേക്കാൾ ടീച്ചർ കൂടുതൽ സംസാരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ടീച്ചർ നടന്ന വഴികൾ, ടീച്ചറുടെ അമ്മയും അച്ഛനും ജീവിച്ച ജീവിതം, അതിൻ്റെ ആ ചുറ്റുപാടുകളിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതെങ്ങനെ നിങ്ങളെ ഒരു പുതിയ ജീവിത വീക്ഷണത്തിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു ശരിയായ ജീവിത വീക്ഷണത്തിന് ഉണ്ടാക്കുന്നതിന് അതെത്രമാത്രം സഹായിച്ചു, ഇതെല്ലാമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ അത്ഭുതത്തോട് നോക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ടീച്ചറുടെ ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി സമരം ഏറ്റെടുക്കുന്ന രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ജീവിതാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാമൂഹ്യ ബോധത്തിലേക്ക് ടീച്ചറെ നയിച്ച ആ ജീവിത ചുറ്റുപാടുകളെ കുറിച്ചാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അതിലേക്ക് എങ്ങനെയാണ് ടീച്ചറുടെ അച്ഛനമ്മമാർ എത്തിച്ചേർന്നത് എന്നുള്ളത്. അച്ഛനുള്ളപ്പോൾ തന്നെ, മുത്തശ്ശനുള്ളപ്പോൾ തന്നെ പലപ്പോഴും അച്ഛനുമായിട്ട് അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു പുരോഗമനവാദിയായിരുന്നുകൊണ്ട് പലപ്പോഴും മുത്തച്ഛനായിട്ട് അങ്ങനെ സംസാരിച്ച് അവിടുന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വീട്ടിൽ വെട്ടേർപ്പാടന്ന് മംഗളോദയത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ പോയി നിൽക്കാറുണ്ട്. പിന്നീട് മംഗളോദയത്തിൽ ജോലി സ്വീകരിച്ച് അങ്ങനെ കുറേ കാലം നിന്നുണ്ട്. പിന്നെ പിന്നെയും അവിടേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ വീട്ടിലെ അവിടെ താമസിക്കുമ്പോൾ അവിടെ വൈകുന്നേരങ്ങളിൽ
EMS, പ്രേംജി മറ്റു എല്ലാവരും കൂടി ഒരു വെടിവെട്ടം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം അങ്ങനെ അതിൽ അച്ഛനും പങ്കെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ അമ്മയോട് പറയും. അപ്പോൾ അമ്മയ്ക്ക് അതിലൊക്കെ താല്പര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒക്കെ എല്ലാ തവണയും അച്ഛൻ വന്നാൽ അതൊക്കെ പറയാറുണ്ട്. അങ്ങനെ അമ്മയ്ക്കും അതിൽ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്നൊന്നും ഇതൊന്നും പ്രകടിപ്പിക്കുന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ ആ ഓരോ സമുദായത്തിലുള്ള പരിഷ്കരണങ്ങളൊക്കെ ഇനി വന്നിറങ്ങി. പുരുഷന്മാർ മുടി മുറിക്കുക, ഊണുകൾ പൊട്ടിക്കുക, അങ്ങനത്തെ ഒക്കെ പരിഷ്കരണങ്ങളൊക്കെ. അതുപോലെ അന്തർജനങ്ങൾ കുപ്പായിടുക, പിന്നെ കാത് മുറിച്ച് കല്യാണം ആവുമ്പോഴേക്കും കാത് വളർത്തി അതിൽ ചിറ്റാണ് ഇടുക. കല്യാണം കഴിഞ്ഞാലാണ് അങ്ങനെ. അപ്പോൾ അത് മുറിച്ച് അത് അങ്ങനെ അത് മുറിച്ചിട്ട് കമ്മലിടുക, അങ്ങനെയൊക്കെയുള്ള പരിഷ്കരണങ്ങളൊക്കെ വന്നിരുന്നു. അതൊക്കെ അങ്ങനെ അമ്മയും ചെയ്തിരുന്നു ആ കാലത്തൊക്കെ. മുത്തശ്ശൻ മരിച്ചതിൻ്റെ ശേഷമാണ് അമ്മയ്ക്ക് ഈ രംഗത്തേക്ക് എന്ന് പറഞ്ഞാൽ രംഗത്ത് ഇറങ്ങണില്ല, ഈ ഇതിലൊക്കെ പങ്കെടുക്കാൻ കൂടുതലായിട്ട് സാധിച്ചിറങ്ങിയത്. മുത്തശ്ശൻ മരിച്ചപ്പോൾ പിന്നെ അവിടെ വേറെ ആരുമില്ല, അച്ഛനായിരുന്നു പിന്നെ അവിടെ ഉള്ള ആൾ. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു സാധന പിന്നീട് അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമായിരുന്നു. മറ്റുള്ളവരെക്കാൾ അമ്മയ്ക്ക് കിട്ടിയ ഒരു സാഹചര്യമാണത്. അങ്ങനെ പിന്നീട് എപ്പോഴാണ് പുറത്തേക്കൊക്കെ പ്രവർത്തനങ്ങൾക്ക് വന്നു തുടങ്ങിയത്? പുറത്തേക്ക് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അന്നൊന്നും അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല. അത് അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അങ്ങനെ മുത്തശ്ശൻ മരിച്ചിട്ട് അതിൻ്റെ ആ പിണ്ടത്തിന് ആ കാലത്ത് അവിടെ വെച്ചിട്ട് അന്തർജന സമാജത്തിൻ്റെ യോഗം ഉണ്ടായി. ആ കാലത്ത് അന്തർജന സമാജങ്ങളിലെ യോഗം എന്ന് പറഞ്ഞാൽ അതൊരു തുറന്ന പരിപാടിയല്ല. എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാവുമ്പോൾ അതെ, അന്ന് അവിടെ അടുത്തുള്ളവരെയൊക്കെ ക്ഷണിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ അവിടെയുള്ള അന്തർജനങ്ങളെയൊക്കെ ഇരുത്തി, അതിനു മുമ്പ് അന്തർജന സമാജം എന്നുള്ളതിൽ രൂപീകരിച്ചിട്ടുണ്ട്. അത് പാർവതി അമ്മനിമംഗലമായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്. അങ്ങനെ പാർവതി അമ്മനിമംഗലം, ഉമാനമ്മനിമംഗലം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ ഒരു യോഗം ചേർന്നു. അവിടെയുള്ള അതിനായിട്ട് അവിടെ വന്നിട്ടുള്ളവരെയൊക്കെ ഇരുത്തിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലും അതുപോലെയുള്ള യോഗങ്ങൾ നടന്നിരുന്നു. അവിടെയൊക്കെ അമ്മയും പോകാറുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലത്ത് വെച്ചിട്ട് എടക്കുന്നി സമ്മേളനത്തിന് ശേഷം വീട്ടിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് മേഴത്തൂർ അവിടെ രസിക സദനം അങ്ങനെ ഒരു വീടെടുത്ത് അതിൻ്റെ എന്താ പറയേണ്ട ഒരു വീട് അതിന് കുറേ പേര് വന്നിരുന്നു അന്ന്. പലരും നമ്പൂതിരി മാത്രമല്ല, അപ്പോഴൊക്കെ കുറച്ചൊക്കെ ഈ
യോഗക്ഷേമ സഭയിലൊക്കെ മറ്റു ജാതിക്കാരെയും വിളിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മന്നത്ത് പത്മനാഭൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയവരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പതിവ് പോലെ അവിടെ ഈ അന്തർജന സമാജത്തിൻ്റെ യോഗം നടന്നു. അതിൻ്റെ ശേഷം എല്ലാവരും നമ്പൂതിരിമാരെല്ലാവരും അവിടെ അടുത്ത് വായനശാലയുടെ ഒരു യോഗത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അമ്മ നമുക്ക് പോവാമെന്ന് അച്ഛനോട് പറഞ്ഞ് അന്ന് വലിയ ഇരുത്തിയാണ് ചെറിയ കുട്ടി ഉണ്ടായിരുന്നത്. പോയി വിളിക്കാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. മോഴിയൊന്നും മാത്രമുണ്ട് അവിടെ കട്ടിലിൽ കിടക്കണം. തലവേദനിച്ചിട്ട് വയ്യാത്തതുകൊണ്ട് അദ്ദേഹം പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരും ഇവിടെ ഇല്ല, എല്ലാവരും ഇങ്ങനെ ആ യോഗത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടം പോലെ എവിടെയെങ്കിലും പോകാമല്ലോ, ബാക്കിയുള്ളവർക്ക് മാത്രമല്ലേ അതിനൊക്കെ സമ്മതമൊക്കെ ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്തിനെങ്ങനെയൊക്കെ പറയണ, വേണമെങ്കിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പോവായിരുന്നു, വഴിയറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ. അപ്പോൾ അദ്ദേഹം ഒരബദ്ധത്തിൽ ഏതായാലും വഴി ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞു. അപ്പോൾ അമ്മ പുറത്തേക്ക് ഇറങ്ങി, അദ്ദേഹം അങ്ങോട്ട് മുറ്റത്തേക്കും ഇറങ്ങി, അമ്മയും മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പം അമ്മയ്ക്ക് തോന്നി അങ്ങനെ തന്നെയായിട്ട് പോയാൽ അതൊരു ശരിയല്ലല്ലോ. അപ്പോൾ വേഗം വന്ന് അകത്ത് വന്ന് അവിടെ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പാർവതിയമ്മനെങ്കിലും പിന്നെ അവിടെ വീട്ടിലാത്തന്മാർ അങ്ങനെയുള്ളവരെയൊക്കെ ഒരു 5-8 പേരെയൊക്കെ പിടിച്ച് എണീപ്പിച്ചു. എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു. എല്ലാവരും കൂടി വന്നപ്പോഴേക്ക് അദ്ദേഹത്തിന് കുറച്ച് ഭയമുണ്ട്. എന്നാലും അദ്ദേഹം നടന്നു, ഇവർ പിന്നാലെ നടന്നു. അങ്ങനെ യോഗ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അദ്ദേഹം വല്ലാതെ മൊഴിയൊന്നും വല്ലാണ്ട് പരിഭ്രമിച്ച് എന്താ ഉണ്ടാവുക, ഇങ്ങനെ ഈ മറക്കൊടയും ചേലപ്പതപ്പോൾ ഒന്നും ഇല്ലാണ്ട് അതെ ഈ മറക്കൊടയും ചേലപ്പതപ്പോൾ ഒന്നും ഇല്ലാണ്ട് ഈ അന്തർജനങ്ങളെ കൊണ്ടാണ് അവിടേക്ക് പോകേണ്ടത്. അവിടെ ചെന്നപ്പോൾ പക്ഷെ അവിടെ എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചിരുന്നു. പിന്നെ വീട്ടിൽ വേഗം സമനില കൊണ്ടെടുത്ത് വന്ന് എല്ലാവരെയും വിളിച്ച് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് ബെഞ്ചൊക്കെ ഇട്ട് എല്ലാവരും ഇരുത്തി യോഗമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ വീട്ടിൽ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല, അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും വീട്ടിൽ 2 അക്ഷരമേ ഉള്ളെങ്കിലും നിങ്ങളുടെ 4 ഓറും എല്ലാ സമയത്തും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി. ഏതായാലും അവിടെ ചെന്നതിൻ്റെ ശേഷം ഒരു കുറച്ച് നേരം മുമ്പത്തിരുന്നു സംസാരിച്ച് പിന്നെ അവിടെ വെച്ചിട്ട് തന്നെ അന്തർജന സമാജം രൂപീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പാർവതിയമ്മനെങ്കിലും പ്രസിഡൻ്റായിട്ട് അങ്ങനെ. പിന്നെ അതിൻ്റെ ശേഷം ഈ പുറത്ത് വന്നവരാരും തിരിച്ചു പോയിട്ടില്ല. നേരം അപ്പോൾ അവരെ കൂടി ഈ പ്രവർത്തനങ്ങളിൽ കൂടെ കൂട്ടാൻ ആ അവസരത്തിന് വേണ്ടിയിട്ടാണല്ലോ അവർ ബുദ്ധിമുട്ടിയിരുന്നു. ഈ സ്ത്രീകളെ പുറത്തിറക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ആ നാടകവും. അതിനു മുമ്പിൽ ഓരോ ഈ എന്താണ് വീടിന് പുറത്ത് എന്താണ് ഉള്ളത് എന്നറിയണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഓരോ എഴുത്തൊക്കെ എഴുതി അങ്ങനെ. പക്ഷേ എന്തുകൊണ്ടും അന്തർജനങ്ങളെ ഇറക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ അവർ സ്വയം ഇത്രയും പേര് ഘോഷം ബഹിഷ്കരിച്ച് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ മറ്റ് പ്രവർത്തനങ്ങളിൽ അങ്ങനെ കൂട്ടാൻ അവർ തീരുമാനിച്ചു. എന്നിട്ട് മറ്റുള്ളവരും ഉണ്ടാവും കൂടെ. അവരുടെ കൂടെ പിന്നെ വീടുകളിൽ ചെന്ന് സന്ദർശിക്കുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക.
ചടുലമീ മഴത്തുള്ളി പോൽ ചുടുചുംബനം ചിതറി വീണുപോൽ. ചടുലമീ മഴത്തുള്ളി പോൽ ചുടുചുംബനം ചിതറി വീണുപോൽ. നെറുകിൽ മിഴിയിൽ കപോലങ്ങളിൽ പിന്നെ ചൊടിയിൽ വീണതു പൊള്ളിപ്പോൽ. പതിയെ നെഞ്ചിൽ തറച്ചത് നാഭിയിൽ വീണലിഞ്ഞുപോയി. തുടയിൽ തൂവിത്തെറിച്ച പൊൻതരികൾ പൂവിൽ പടർന്നുപോൽ. പതിയെ നെഞ്ചിൽ തറച്ചത് നാഭിയിൽ വീണലിഞ്ഞുപോയി. തുടയിൽ തൂവിത്തെറിച്ച പൊൻതരികൾ പൂവിൽ പടർന്നുപോൽ. പതിയെ പാദങ്ങളിൽ ചെന്ന് തഴുകി നിന്ന രഥയാത്രയിൽ എഴുതി വയ്ക്കാത്ത ലിപികളാൽ കവനമെത്ര രചിച്ചു നീ. എഴുതി വയ്ക്കാത്ത ലിപികളാൽ കവനമെത്ര രചിച്ചു നീ.